കൊജോക്കിലെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വർക്കെല്ലാം ഏകദേശം തീർന്നപ്പോഴാണ് ഡോക്ടർ അക്വയിൽ വിളിച്ച് നമുക്കൊരു ആടിനെ അറേഞ്ച് ചെയ്ത് തന്നത്. അതിനെ കറി വെക്കാനുള്ള പാത്രവും അതിനെ അറക്കാനുള്ള സെറ്റപ്പും എല്ലാം ഡോക്ടർ തന്നെ അവിടെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക് തീർന്നപ്പോഴേക്കും അവരതിനെ അറുത്ത് ഒരു ഹാഫ് ആടിനെ നമുക്ക് ഇറച്ചിയായിട്ട് അവർ തന്നു. അതിന് ഏകദേശം നമ്മളതായ രീതിയിൽ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ ഇവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് കുക്കിങ്ങിലുള്ള സെറ്റപ്പൊക്കെ ഉള്ളത്. കരിയിലാണ് ഇവരെല്ലാം തന്നെ കുക്ക് ചെയ്യുക. നമ്മുടെ മസാലയൊക്കെ തേച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നത്, ഇവിടെ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ഇല്ല, കൊജോക്കിൽ നിന്ന് വാവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ഒരു കാർ അറേഞ്ച് ചെയ്തു. വാവിലേക്ക് പോകുന്ന വഴിയാണിത്. ഏകദേശം 1.5 മണിക്കൂറുണ്ട് കൊജോക്കിൽ നിന്ന് വാവിലേക്ക്. പോകുന്ന വഴിയൊക്കെ ഇതുപോലെ പശുവിൻ്റെ കൂട്ടങ്ങൾ ഇങ്ങനെ എതിരെ വരും. അതിനൊക്കെ തരണം ചെയ്ത് വേണം നമുക്ക് പോകാൻ. ഏകദേശം വൈകുന്നേരം ഒരു 6 മണിക്ക് നമ്മൾ ഇറങ്ങി. 7 മണി 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. വാവ് അത്യാവശ്യം നല്ല സിറ്റിയാണ്. ഇവിടുത്തെ കൊജോക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള സിറ്റിയാണ്. അവിടുത്തെ അക്കോമഡേഷനാണ് ഈ കാണുന്നത്. കുറച്ച് ഭാഗത്തൊക്കെ ഇലക്ട്രിസിറ്റിയും റോഡൊക്കെ ഉണ്ട് വാവിൽ. ഇവിടുത്തെ ഫസ്റ്റ് സിറ്റികളിലൊരു സിറ്റിയാണ്. ഇവിടെ നിന്ന് നോർത്ത് സുഡാനിലേക്ക് യുദ്ധത്തിന് മുമ്പ് ട്രെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രെയിനൊന്നുമില്ല. അവിടെ വെറും ട്രാക്ക് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം നമ്മുടെ റൂമിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്രയുണ്ട് നമ്മുടെ എയർപോർട്ടിലേക്ക്, വാവ് എയർപോർട്ടിലേക്ക്. വാവ് എയർപോർട്ടിലെത്തിയപ്പോൾ ഈ ഫ്ലൈറ്റിൽ പോകാനായിട്ടുള്ള അത്യാവശ്യം ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ് വാവ് എയർപോർട്ട്. വാവ് എയർപോർട്ടിലെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ പാസ്പോർട്ട് അവരവിടെ എൻട്രി ചെയ്യുന്നുണ്ട്. കൊജോക്കിൽ എയർപോർട്ടിൽ അങ്ങനത്തെ യാതൊന്നും തന്നെ ഇല്ല. ഇതവിടുത്തെ വെയിറ്റിംഗ് ഏരിയ ആണ്. നമ്മുടെ ബസ് സ്റ്റാൻഡിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്ക് വളരെ പരിമിതികളിലും ഇത്രയും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ബോർഡിംഗ് പാസ്. ഇത് നമ്മൾ കയറുമ്പോൾ അവിടെ കൊടുക്കണം. എയർപോർട്ടിൻ്റെ കുറേ ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഫ്ലൈറ്റുകളൊക്കെ ക്രാഷായി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നടന്ന് ക്യൂ നിന്ന് വേണം ഫ്ലൈറ്റിലേക്ക് കയറാൻ. ഇവരുടെ മെയിനായിട്ട് രണ്ട് ഇതാണ് ഫ്ലൈറ്റുകളാണുള്ളത്. ഒന്ന് കുഷ് എയറും ഒന്ന് എയറോജെറ്റും. ഈ കറക്റ്റ് 8:45 ആയപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. കറക്റ്റ് ഒരു 1 മണിക്കൂർ 10 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ജൂബയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. ജൂബയിൽ ലാൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണെങ്കിൽ കൂടെ നമ്മൾ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സിൻ്റെ മാത്രം പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജൂബയിലെത്തി.